Hello, this is the second module, micro architecture. നമ്മൾ സെക്കൻഡ് മോഡ്യൂൾ ആണ്. സെക്കൻഡ് മോഡ്യൂൾ മൈക്രോ ആർക്കിടെക്ചറിനെ പറ്റിയാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ മൈക്രോ ആർക്കിടെക്ചർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇപ്പം നമ്മൾ എന്താ പറഞ്ഞ ഫസ്റ്റ് മോഡ്യൂളിൽ നമ്മൾ എന്താണ് കുറെ ഇൻസ്ട്രക്ഷൻസ് കണ്ടു. ആ ഇൻസ്ട്രക്ഷൻസിനെ നമ്മൾ എങ്ങനെയൊക്കെയാണ് എക്സിക്യൂഷൻ ചെയ്യുന്നതെന്ന് കണ്ടു. അതുപോലെ തന്നെ അതിനെ തിരിച്ച് എങ്ങനെയാണ് മെഷീൻ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതെന്നുള്ളത് കണ്ടു അല്ലെ. ഇതെല്ലാം എങ്ങനെയാണ് നമ്മളൊരു ലോജിക് വൈസ് ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഈ ഒരു ലോജിക്കിനെ നമുക്ക് എങ്ങനെ ഒരു ആർക്കിടെക്ചറിലേക്ക് മാറ്റാം, അതല്ലെങ്കിൽ എങ്ങനെ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഈ ഒരു ലോജിക്കും ആർക്കിടെക്ചറും തമ്മിലുള്ള ഒരു കണക്ഷൻ ആണ് നമ്മൾ മൈക്രോ ആർക്കിടെക്ചർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു മൈക്രോ ആർക്കിടെക്ചറിനകത്ത് നമുക്ക് എന്തൊക്കെ വരും? രജിസ്റ്റേഴ്സ് വരും, നമുക്ക് ഈ ഒരു ഓപ്പറേഷൻ അരിത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ALU യൂണിറ്റ്സ് വരും. ദെൻ FSM നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീൻ. അതായത് ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞു ഡെമോൺസ്ട്രേഷൻ ആണ് നമുക്ക് വേണ്ടത്, ആർക്കിടെക്ചർ ആക്കണം. സോ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്ക് മോഡലിങ്ങിന് സിമുലേഷൻ ഒക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീൻസ്. നിങ്ങൾ പിന്നീട് പഠിക്കും. ഓക്കെ, ഇപ്പൊ FSMs വരുന്നുണ്ട്, പിന്നെ മെമ്മറി വരുന്നുണ്ട്, നമുക്ക് മറ്റ് IO മോഡ്യൂൾസ് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ പല ബിൽഡിംഗ് ബ്ലോക്സ് നമുക്ക് ഒരു ആർക്കിടെക്ചർ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ RISC-V ആണ് പഠിക്കുന്നത്. ഇപ്പൊ RISC-Vനകത്ത് നമുക്ക് കുറെ മൈക്രോ ആർക്കിടെക്ചേഴ്സ് ഉണ്ട്. ഓക്കെ, ഒരു RISC-V ആർക്കിടെക്ചറൽ സെറ്റിൽ നമുക്ക് വരുന്നത് എന്താണ്, അതിനെ ഡിഫൈൻ ചെയ്യുന്നത് എന്താണ്? എപ്പോഴും ഒരു കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ നമ്മൾ മോഡ്യൂൾ 1 പഠിച്ചതാണ്. ഒരു കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ അതിനെ ഡിഫൈൻ ചെയ്യുന്നത് അതിന്റെ ISA ഇൻസ്ട്രക്ഷൻ സെറ്റ് ആർക്കിടെക്ചർ ആണെന്ന് അല്ലെ. അപ്പം ഇൻസ്ട്രക്ഷൻ സെറ്റ് ആൻഡ് ആർക്കിടെക്ചറൽ സ്റ്റേറ്റ് ആണ് ഒരു കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു RISC-V പ്രോസസ്സറിൽ എങ്ങനെയാണ് വരുന്നത്? നമ്മൾ പറഞ്ഞു അതിന്റെ രജിസ്റ്റർ സെറ്റ്. എത്ര രജിസ്റ്റർ സെറ്റാ ഉള്ളത്? 32 രജിസ്റ്റേഴ്സ് ആണ് ഉള്ളത്. അത് 32 രജിസ്റ്റേഴ്സും 32 ബിറ്റ് രജിസ്റ്റേഴ്സ് ആണ്. ഓക്കെ, 32 രജിസ്റ്റർ 32 ബിറ്റിന്റെ രജിസ്റ്റർ ആണ്. ഓക്കെ, അതുപോലെ ഒരു പ്രോഗ്രാം കൗണ്ടറും ഉണ്ടായിരിക്കും. ഓക്കെ, പ്രോഗ്രാം കൗണ്ടർ എന്തിനാണെന്ന് പറഞ്ഞു, അടുത്ത എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്ന ഇൻസ്ട്രക്ഷൻ നമുക്ക് സ്റ്റോർ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ പ്രോഗ്രാം കൗണ്ടർ രജിസ്റ്ററും മറ്റ് 32 ബിറ്റ് രജിസ്റ്ററും ആണ് RISC-V പ്രോസസ്സറിന്റെ ആർക്കിടെക്ചർ സ്റ്റേറ്റിൽ വരുന്നത്. ഓക്കെ, ഇപ്പൊ ഏത് RISC-V മൈക്രോ ആർക്കിടെക്ചർ ആണെങ്കിലും അതിനകത്ത് ഈ ഒരു സ്റ്റേറ്റ് ആണ് വരുന്നത്. പിന്നീടുള്ളത് നമുക്ക് എന്താണ് ഇൻസ്ട്രക്ഷൻ സെറ്റ്. ഇൻസ്ട്രക്ഷൻസ് നമ്മൾ എന്താണ് പഠിച്ചതാണ് അല്ലെ, R ടൈപ്പും J ടൈപ്പും ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ഇപ്പോഴത്തെ ഇതിൽ എങ്ങനെയാ പ്രോസസ്സർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു കറണ്ട് ആർക്കിടെക്ചറൽ സ്റ്റേറ്റ് ഉണ്ട്. ഓക്കെ, ഈ ഒരു കറണ്ട് ആർക്കിടെക്ചറൽ സ്റ്റേറ്റിൽ നിന്നുകൊണ്ട് പ്രോസസ്സർ ഒരു ഇൻസ്ട്രക്ഷനെ കുറച്ച് ഡേറ്റ വെച്ചിട്ട് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്നത് എന്താണ്? പുതിയ ഒരു ആർക്കിടെക്ചറൽ സ്റ്റേറ്റ് ആണ്. ഓക്കെ, അപ്പൊ കറണ്ട് ആർക്കിടെക്ചറൽ സ്റ്റേറ്റിൽ നിന്നുകൊണ്ട് പ്രോസസ്സർ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഡേറ്റ, അതായത് ഒരു പർട്ടിക്കുലർ ഡേറ്റ സെറ്റ് വെച്ചിട്ടായിരിക്കും ആ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടാവുക അല്ലെ. ഇപ്പൊ നമുക്കിപ്പം സം T5 T0 T1, അപ്പൊ T0യും T1ഉം കൂടി ആഡ് ചെയ്തിട്ട് T5ലേക്ക് നമ്മൾ എന്താണ് സ്റ്റോർ ചെയ്യുന്നു. അപ്പൊ ആഡ് എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രക്ഷൻ, ആ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നതിന്റെ കൊടുത്തിട്ടുള്ള ഡേറ്റ സെറ്റ് എന്തൊക്കെയായിരുന്നു? 2 സോഴ്സ് രജിസ്റ്ററും ഒരു ഡെസ്റ്റിനേഷൻ രജിസ്റ്ററും. ഓക്കെ, അപ്പൊ ആ ഒരു പർട്ടിക്കുലർ സെറ്റ് ഓഫ് ഡേറ്റയിൽ വെച്ചിട്ട് ആ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പം ആ ഒരു ഇപ്പൊ നടക്കുന്ന ഒരു കറണ്ട് സ്റ്റേറ്റിൽ നിന്ന് ആ ഒരു പ്രോസസ്സർ പോകുന്നത് പുതിയ ഒരു ആർക്കിടെക്ചറൽ സ്റ്റേറ്റിലേക്ക് ആയിരിക്കും. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഇപ്പൊ നമുക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസ് നമ്മൾ പറഞ്ഞത് എന്താണ്? R ടൈപ്പ് ഇൻസ്ട്രക്ഷൻ. R ടൈപ്പ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുമ്പം ഏതൊക്കെയാ വരിക? രജിസ്റ്റർ ടൈപ്പ് ഇൻസ്ട്രക്ഷൻ ആണ്. സോ അവിടെ ആഡ്, സബ്, ആൻഡ്, ഓർ, SLT എന്ന് പറയുന്നത് എന്താണ്? ഷിഫ്റ്റ് അല്ലെ. അതുപോലെ തന്നെ മെമ്മറി ഇൻസ്ട്രക്ഷൻസ്. മെമ്മറി ഇൻസ്ട്രക്ഷൻസ് ഏതൊക്കെയാ വരുന്നത്? LW, SW, ലോഡ് വേർഡ് ആൻഡ് സ്റ്റോർ വേർഡ്. ബ്രാഞ്ചസ് ഏതൊക്കെയാണ് വരുന്നത്? മെമ്മറി ആക്സസ് ഇൻസ്ട്രക്ഷൻസ് ആണ് ലോഡ് ആൻഡ് സ്റ്റോർ. ദെൻ ബ്രാഞ്ചസ് ഏതൊക്കെ വരും? BEQ, BNE, BLT ഒക്കെ വരും അല്ലെ. ഇനി ഇത് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത്? ഓക്കെ, മൈക്രോ ആർക്കിടെക്ചറിനെ നമ്മൾ 2 പാർട്ട് ആക്കിയിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, മൈക്രോ ആർക്കിടെക്ചർ നമ്മൾ 2 പാർട്ട് ആക്കിയിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. ഒന്ന് അതിന്റെ ഡേറ്റ പാത്തും, 2 അതിന്റെ കൺട്രോൾ യൂണിറ്റും. ഓക്കെ, ഈ ഡേറ്റ പാത്ത് എന്ന് പറയുന്നത് നമ്മൾ ഈ ഡേറ്റ നമ്മൾ കൊടുക്കുന്ന ഡേറ്റ, അപ്പൊ അത് വേർഡ്, എത്ര വേർഡ്സ് ആണ്, എത്ര വേർഡ്സിലാണ് നമ്മൾ ഡേറ്റ കൊടുക്കുന്നത്, ആ ഒരു വേർഡ്സ് ഓഫ് ഡേറ്റയുടെ ബേസിസിലാണ് ഒരു ഡേറ്റ പാത്ത് എപ്പോഴും ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതിനകത്ത് ഒരു ഡേറ്റ പാത്ത് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനകത്ത് മെമ്മറി ഉണ്ടാവും, രജിസ്റ്റർ ഉണ്ടാവും, ALU ഉണ്ടായിരിക്കും. പിന്നെ ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം?
ഒരുമിച്ച് കൊണ്ടുവരണം അല്ലെ. അപ്പൊ അതിനകത്ത് മൾട്ടിപ്ലക്സേഴ്സും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് ഈ ഒരു ഇതിന്റെ RISC-V നമ്മൾ ഇപ്പം യൂസ് ചെയ്യുന്നത് 32-bit RISC-V ആണ്. അപ്പൊ അതിന്റെ ഇൻസ്ട്രക്ഷൻ സെറ്റ് ആർക്കിടെക്ചർ ആണ് RV321. ഓക്കെ, RV32I. ഓക്കെ, അപ്പോൾ 32-bit RISC-V ഇൻസ്ട്രക്ഷൻ സെറ്റ് ആർക്കിടെക്ചറിനെയാണ് ഈ ഒരു RV32I എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിനുവേണ്ടി നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് എന്താണ്? 32-bit ഡേറ്റ പാത്ത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡേറ്റ പാത്തിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്? വേർഡ്സ് ഓഫ് ഡേറ്റ വെച്ച് ഓപ്പറേറ്റ് ചെയ്യുന്നു. അതിനകത്ത് നമ്മൾ മെമ്മറി രജിസ്റ്റർ LU ഒക്കെ വെച്ച് നമ്മളത് ആർക്കിടെക്ചർ ആക്കുന്നു. ഇനി ഇതിനകത്ത് അടുത്ത രണ്ടാമത്തെ ഒരു പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? കൺട്രോൾ യൂണിറ്റ് ആണ് അല്ലെ. ഈ ഒരു കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത് ഈ ഡേറ്റ പാത്തിൽ നമ്മൾ ഇപ്പം കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ, കറണ്ട് ഇൻസ്ട്രക്ഷൻ, ഒരു ഡേറ്റ പാത്തിൽ കൂടി എന്ത് ഇൻസ്ട്രക്ഷൻ ആണോ പോകുന്നത് ആ ഒരു കറണ്ട് ഇൻസ്ട്രക്ഷനെ ആര് റിസീവ് ചെയ്യും? കൺട്രോൾ യൂണിറ്റ് റിസീവ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ആ ഡേറ്റ പാത്തിൽ എങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാം എന്നുള്ളത് കൊടുക്കും. ഓക്കെ, അപ്പൊ ഡേറ്റ പാത്തിൽ ഇപ്പോഴത്തെ ഇൻസ്ട്രക്ഷനെ കൺട്രോൾ യൂണിറ്റ് റിസീവ് ചെയ്യും. എന്നിട്ട് ഇറ്റ് ടെൽസ് ദ ഡേറ്റ പാത്ത് ഹൗ ടു എക്സിക്യൂട്ട് ദാറ്റ് ഇൻസ്ട്രക്ഷൻ. ആ ഇൻസ്ട്രക്ഷനെ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളത് കൺട്രോൾ യൂണിറ്റ് ആണ് പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, സോ കൺട്രോൾ യൂണിറ്റ് അപ്പൊ അവിടെ എന്ത് ചെയ്യും? ഇങ്ങനെ ഓരോ ഡേറ്റ പാത്തും എന്ത് ചെയ്യണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് അത് മൾട്ടിപ്ലക്സർ സെലക്ട്, രജിസ്റ്റർ ഇനേബിൾ ആൻഡ് മെമ്മറി റൈറ്റ് സിഗ്നൽസ് ഇതെല്ലാം പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഇപ്പൊ കൺട്രോൾ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? മൾട്ടിപ്ലക്സർ സെലക്ട്, രജിസ്റ്റർ ഇനേബിൾ ആൻഡ് മെമ്മറി റൈറ്റ് സിഗ്നൽസ്. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു ഡേറ്റ പാത്തിൽ നടക്കുന്ന ഓപ്പറേഷൻസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ കൺട്രോൾ യൂണിറ്റ് എന്താ ചെയ്യുന്നത്? ആ ഒരു ഡേറ്റ പാത്തിനെ മൊത്തത്തിൽ കൺട്രോൾ ചെയ്യുക. ഡേറ്റ പാത്ത് എന്ന് പറയുന്നത് നമ്മളിപ്പോ ചെയ്യുന്ന കറന്റ്ലി എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻസ്ട്രക്ഷനെ ഡേറ്റ പാത്തായിട്ട് നമ്മൾ കൊടുക്കുന്നു. ആ ഡേറ്റ പാത്തിനെ കൺട്രോൾ ചെയ്യുന്നത് കൺട്രോൾ യൂണിറ്റ് ആണ്. ഈ ഒരു കൺട്രോൾ യൂണിറ്റിനകത്ത് ഇപ്പം ഈ ഒരു പാത്തിൽ ഇൻസ്ട്രക്ഷൻ എങ്ങനെ പോകണം എന്നുള്ളത്, എങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളത് കൺട്രോൾ യൂണിറ്റ് തീരുമാനിച്ചിട്ട് ഡേറ്റ പാത്തിൽ കൂടി അത് അറിയിക്കുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് മൾട്ടിപ്ലക്സർ സെലക്റ്റും, അതിന് മൾട്ടിപ്ലക്സർ എന്ന് പറയുമ്പോൾ അത് ഒരുമിച്ച് ആക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഏതൊക്കെ രജിസ്റ്റേഴ്സിലാണ് ഇതൊക്കെ സ്റ്റോർ ചെയ്യുന്നതെന്നുള്ള രജിസ്റ്റർ ഇനേബിളും എവിടെയൊക്കെയാണ് ഇത് ലോഡ് ആൻഡ് റൈറ്റ് ഒക്കെ നമുക്ക് അറിയാൻ വേണ്ടി മെമ്മറി റൈറ്റ് സിഗ്നൽസും ഈ ഒരു ഡേറ്റ പാത്തിൽ കൺട്രോൾ യൂണിറ്റ് കൊടുക്കുന്നു. ഓക്കെ, സിസ്റ്റം നമ്മൾ ഡിസൈൻ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പം അതിനെ നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ ഹാർഡ്വെയറിന്ന് തുടങ്ങണം. ഓക്കെ, ഹാർഡ്വെയറിന്ന് തുടങ്ങുമ്പോൾ നമ്മളിപ്പോൾ ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീൻസ് എന്ന് പറഞ്ഞു, FSM പറഞ്ഞു. അപ്പൊ ആ FSM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ സ്റ്റേറ്റ് എലമെന്റ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ ആ ഒരു സ്റ്റേറ്റ് എലമെന്റിൽ നിന്നാണ് ആദ്യം തുടങ്ങുന്നത്. ഈ എലമെന്റ് എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള എലമെന്റ്സ് ആയിരിക്കും. അതിനകത്ത് മെമ്മറി, അതുപോലെ തന്നെ അതിന്റെ കറണ്ട് ആർക്കിടെക്ചറൽ സ്റ്റേറ്റ്, അതായത് എന്തൊക്കെയാണ്? പ്രോഗ്രാം കൗണ്ടറും രജിസ്റ്റേഴ്സും ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ഒരുമിച്ച് ചേർത്താൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എന്താണ്? കോമ്പിനേഷണൽ ലോജിക്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഒരു സ്റ്റേറ്റ് എലമെന്റ്സിനെ നമ്മൾ കമ്പ്യൂട്ട് ചെയ്തിട്ട് പുതിയൊരു സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോവാണ് അല്ലെ. ഇപ്പം ഉള്ള ആ ഒരു സ്റ്റേറ്റിനെ നമ്മൾ എന്ത് ചെയ്യും? മാറ്റി പുതിയൊരു സ്റ്റേറ്റിലേക്ക്, ഈ ഒരു കറന്റ് സ്റ്റേറ്റിനെ ബേസ് ചെയ്ത് ന്യൂ സ്റ്റേറ്റിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് കമ്പ്യൂട്ടേഷൻ. അപ്പൊ അത് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് എന്താണ്? കോമ്പിനേഷണൽ ലോജിക് ആണ്. ഓക്കെ, അപ്പം ഇതിന് വേണ്ടുന്ന ഇൻസ്ട്രക്ഷൻസ് നമ്മൾ റീഡ് ചെയ്യുന്നത് മെമ്മറിയുടെ പല ഭാഗത്തു നിന്നാണ്. ഓക്കെ, അപ്പൊ ഇൻസ്ട്രക്ഷൻ നമ്മൾ മെമ്മറിയുടെ ഒരു പാർട്ടിൽ നിന്ന് നമുക്ക് രണ്ട് ടൈപ്പ് ഉണ്ട്, ഇൻസ്ട്രക്ഷനും ഡേറ്റയും അല്ലെ. ഡേറ്റ എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിലുള്ള വാല്യൂസ് ആണ്. നമ്മൾ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ അതിനെ എന്ത് ചെയ്യണം, വാല്യൂസ് വെച്ച് എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നതാണ് ഇൻസ്ട്രക്ഷൻ അല്ലെ. അപ്പൊ ഇൻസ്ട്രക്ഷൻ ഈ പറഞ്ഞതുപോലെ മെമ്മറിയുടെ ഒരു പാർട്ടിൽ നിന്ന് റീഡ് ചെയ്യുന്നു. അതുപോലെ ലോഡ് ആൻഡ് സ്റ്റോർ ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്തിട്ട് ഡേറ്റ, നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഡേറ്റ വേറൊരു ഭാഗത്ത് നിന്ന് എന്താണ്? റീഡ് ചെയ്യുന്നു, റൈറ്റ് ചെയ്യുന്നു. അപ്പൊ മെമ്മറിക്കകത്ത് നമുക്ക് രണ്ട് പാർട്ട് എന്ന് പറയാം. ഒന്ന് ഇൻസ്ട്രക്ഷൻ പാർട്ടും പിന്നെ ഒന്ന് ഡേറ്റ പാർട്ടും. അപ്പൊ ഇൻസ്ട്രക്ഷൻ പാർട്ട് എന്ന് പറയുന്നത് ഒരു ഇൻസ്ട്രക്ഷൻ മെമ്മറിയിലും, ഡേറ്റ പാർട്ട് ഡേറ്റ പാർട്ട് നമ്മളൊരു ഡേറ്റ മെമ്മറിയിലും നമ്മൾ ആണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓവറോൾ മെമ്മറിനെ നമുക്ക് രണ്ട് സബ്സെക്ഷൻ ആയിട്ട് നമുക്ക് പറയാം. ഒന്ന് വൺ കണ്ടെയ്നിങ് ദി ഇൻസ്ട്രക്ഷൻസ് ആൻഡ് അതർ കണ്ടെയ്നിങ് ദ ഡേറ്റ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന് പറയാൻ വേണ്ടി RISC-V ഈ ഒരു പ്രോസസ്സറിനകത്ത് പറയാൻ വേണ്ടി നമ്മൾ സിമ്പിൾ ആയിട്ട് വെച്ചിട്ടുള്ള സ്റ്റേറ്റ് എലമെന്റ്സ് ആണ്. ഒന്ന് പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്നത് PC. ഓക്കെ, ഇപ്പൊ അതായത് നെക്സ്റ്റ് എക്സിക്യൂട്ടബിൾ ഇൻസ്ട്രക്ഷൻ ആണ് അതിൽ കാണിക്കുന്നത് അല്ലെ. ദെൻ രജിസ്റ്റർ ഫയലിനകത്ത് ഏതൊക്കെ രജിസ്റ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള രജിസ്റ്റർ
രജിസ്റ്റർ ഫയൽ. ദെൻ ഇൻസ്ട്രക്ഷൻ ആൻഡ് ഡേറ്റ മെമ്മറി. ഇൻസ്ട്രക്ഷൻ മെമ്മറിക്കകത്ത് നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസും ഡേറ്റ മെമ്മറിക്കകത്ത് ഡേറ്റയാണ് കാണുന്നത്. ഓക്കെ, ഫിഗർ ഒക്കെ നമുക്ക് വരയ്ക്കണം കേട്ടോ. ഈ ഒരു സ്റ്റേറ്റ് എലമെന്റ്സ് ആണ് ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് ഇവിടെ കുറെ ലൈൻസ് ഒക്കെ കാണാൻ പറ്റും. ഹെവി ലൈൻസും ഈ പറഞ്ഞതുപോലെ നാരോ ലൈൻസ് ഒക്കെ ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതില് കുറച്ച് തിക്ക് കൂടിയിട്ടുള്ള ഹെവി ലൈൻസ് ഡേറ്റ ബസ്സസ് ആണ് കേട്ടോ. ഡേറ്റ പാസ് ചെയ്യുന്ന ഡേറ്റ ബസ് ആണ്. പിന്നെ അതിൽ മീഡിയം തിക്നെസ് ഉള്ള ആ ലൈൻസ് കാണിക്കുന്നത് നാരോ ബസ്സസ് ആണ്. അത് അഡ്രസ് ബസ് ആണ് കേട്ടോ. ഇപ്പൊ രജിസ്റ്റർ ഫയലിലേക്കുള്ള അഡ്രസ് ബസ് ആണ്. ദെൻ ഈ പറഞ്ഞതുപോലെ നമുക്ക് കുറച്ച് കൺട്രോൾ സിഗ്നൽസ് ഉണ്ടായിരിക്കും. കൺട്രോൾ സിഗ്നൽസ് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ നമുക്ക് എന്താ പറയാ, ഇപ്പൊ റൈറ്റ് എനേബിൾ ഒക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സിഗ്നൽസ് ആണ്. ഇപ്പൊ റൈറ്റ് ചെയ്യണമെങ്കിൽ റൈറ്റ് ചെയ്യുക, റീഡ് ചെയ്യുക എന്നുള്ളതൊക്കെ കൊടുക്കുന്ന കൺട്രോൾ സിഗ്നൽസ് ആണ്. അപ്പൊ അതാണ് ഒരു ബ്ലൂ ലൈൻ ആയിട്ട് കാണിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ദെൻ രജിസ്റ്ററിനകത്ത് ഈ ഒരു രജിസ്റ്ററിനകത്ത് ഒരു റീസെറ്റ് ഇൻപുട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അത് നമ്മൾ ആ ഒരു പ്രോസസ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓക്കെ, അപ്പൊ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു റീസെറ്റ് ഇൻപുട്ട് കൊടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ദെൻ PC എന്ന് പറയുന്നത് പ്രോഗ്രാം കൗണ്ടർ ആണ്. പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്നത് അടുത്ത ഇൻസ്ട്രക്ഷൻസിലേക്ക്, ഞാൻ പറഞ്ഞു, അടുത്ത എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്ന ഇൻസ്ട്രക്ഷനിലേക്ക് പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രോഗ്രാം കൗണ്ടർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിന് കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് PC next ആണ്. അപ്പൊ മുൻപത്തെ ഫിഗറിൽ PC next എന്ന് പറയുന്നത് ഈ ഒരു PC പ്രോഗ്രാം കൗണ്ടറിന് കൊടുക്കുന്ന ഇൻപുട്ട് ആണ്. ഓക്കെ, അപ്പം ആ ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് അടുത്തത് ഏത് ഇൻസ്ട്രക്ഷൻ ആണോ എക്സിക്യൂട്ട് ചെയ്യുന്നത് ആ ഇൻസ്ട്രക്ഷന്റെ അഡ്രസ് ആണ്. ഓക്കെ, സോ ആലോചിക്കേണ്ടത് ഹെവി ലൈൻസ് കാണിക്കുന്നത് ഡേറ്റ പാസ് ചെയ്യുന്ന ഡേറ്റ ബസ് ആണ്. നാരോ ലൈൻസ് കാണിക്കുന്നത് അഡ്രസ് ബസ് ആണ്. അഡ്രസ് ആണ് അതിൽ കൂടിയിട്ട് പാസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം രജിസ്റ്ററിൽ ഈ പറഞ്ഞ പോലെ റീസെറ്റ് ഇൻപുട്ട് ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് എപ്പോഴും ഒരു സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പർട്ടിക്കുലർ സ്റ്റേറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ പറയാം ഒരു ന്യൂട്രലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ദെൻ പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്നത് ഇപ്പോൾ കറണ്ട് എക്സിക്യൂട്ടിംഗ് ഇൻസ്ട്രക്ഷൻ അല്ല, അടുത്ത എക്സിക്യൂട്ട് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസിലേക്ക് പോയിന്റ് ചെയ്യുന്നു. ഓക്കെ, ദെൻ അപ്പൊ അതിനു വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് PC next ആണ്. ഓക്കെ, ദെൻ ഇൻസ്ട്രക്ഷൻ മെമ്മറിക്കകത്താണെങ്കിൽ ഒരു റീഡ് ഇൻപുട്ട് ആണ്, റീഡ് പോർട്ട് ആണ് ഉള്ളത്. ഓക്കെ, ഒരു റീഡ് പോർട്ട് മാത്രമാണ്. പിന്നെ അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻ മെമ്മറിക്കകത്ത് ഇൻപുട്ട് എന്ന് പറയുന്നത് ഒരു അഡ്രസ് ആണ് കേട്ടോ. അഡ്രസ് ഇൻപുട്ട് മാത്രമേ ഉള്ളൂ. അപ്പം അതിനകത്ത് അഡ്രസ് ഇൻപുട്ടിനകത്ത് ഒരു 32 ബിറ്റിന്റെ ഒരു ഡേറ്റയാണത് റീഡ് ചെയ്യുന്നത്. ഓക്കെ, ഇൻസ്ട്രക്ഷൻ. അപ്പം ഏത് അഡ്രസ്സിലാണോ ആ ഇൻസ്ട്രക്ഷൻ ഉള്ളത് ആ അഡ്രസ്സിൽ നിന്ന് ആ ഇൻസ്ട്രക്ഷനെ റീഡ് ചെയ്യും. റീഡ് ചെയ്തിട്ട് ആ റീഡ് ഡേറ്റ ഔട്ട്പുട്ട് RD കൊടുക്കും. അങ്ങനെയാണ് ഇൻസ്ട്രക്ഷൻ മെമ്മറി വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് രജിസ്റ്റർ ഫയൽ. രജിസ്റ്റർ ഫയൽ നിങ്ങൾക്ക് അറിയാം 32 ബിറ്റ് രജിസ്റ്റേഴ്സ് ആണ്. 32 നമ്പർ ഓഫ് രജിസ്റ്റേഴ്സും ഉണ്ട്. അത് നെയിമിംഗ് ചെയ്തിട്ടുള്ളത് X0 to X31 ആണ്. അതിൽ X0 എന്ന് പറയുന്നത് 0th രജിസ്റ്റർ ആണ്. 0 വാല്യൂ ആണ് അത് ഹോൾഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഈ ഒരു രജിസ്റ്റർ ഫയലിനകത്ത് നമുക്ക് രണ്ട് ഇൻപുട്ടുകൾ എന്തൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് റീഡ് പോർട്ടുകൾ ഉണ്ട്. A1 and A2 എന്ന് പറയുന്നത് രണ്ട് റീഡ് പോർട്ട് ആണ്. A3 എന്ന് പറയുന്നത് റൈറ്റ് പോർട്ട് ആണ്. ഓക്കെ, A1 and A2 രണ്ട് റീഡ് പോർട്ട് ആണ്. A3 എന്ന് പറയുന്നത് റൈറ്റ് പോർട്ട് ആണ്. ഈ A1, A2, A3 എന്ന് പറയുന്നത് 5 ബിറ്റ് വാല്യൂ ആണ് എടുക്കുന്നത്. ഓക്കെ, 5 ബിറ്റ് വാല്യൂ ആണ് എടുക്കുന്നത്. അഡ്രസ് ഇൻപുട്ട് ആണ് അത് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ A1 and A2 എന്ന് പറയുന്നത് റീഡ് പോർട്ട് ആണ്. അവിടെ 5 ബിറ്റ് അഡ്രസ് ആണ് ഇൻപുട്ട് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ A3 ആണെങ്കിലും എന്താണ് 5 ബിറ്റ് വാല്യൂ തന്നെയാണ് അഡ്രസ് ഇൻപുട്ട് ചെയ്യുന്നത്. 5 ബിറ്റ് അഡ്രസ് തന്നെയാണ് ഇൻപുട്ട് ചെയ്യുന്നത്. പക്ഷെ അതൊരു റൈറ്റ് പോർട്ട് ആണ്. ഓക്കെ, ഇപ്പൊ നമ്പർ ഓഫ് പോർട്ട്സ് 3 രണ്ട് റീഡ് പോർട്ടും ഒരു റൈറ്റ് പോർട്ടും. ഇനി ഇതിനകത്ത് നമുക്ക് ഇൻപുട്ട് കൊടുക്കുന്നത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ WD3യും WE3യും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് ഡേറ്റ ഇൻപുട്ടും അതുപോലെ തന്നെ എന്താണ് റൈറ്റ് ഇനേബിൾ ഇൻപുട്ട്. രണ്ട് ഇൻപുട്ട് വാല്യൂസ് ആണ് റൈറ്റ് ഡേറ്റ ഇൻപുട്ടും റൈറ്റ് ഇനേബിൾ ഇൻപുട്ടും. ഓക്കെ, എപ്പം റൈറ്റ് ഇനേബിൾ ഇൻപുട്ട് ഈ പറഞ്ഞ പോലെ ഇനേബിൾ ആയാലും രജിസ്റ്റർ ഫയൽ ഈ ഒരു റൈറ്റ് ഡേറ്റ ഉണ്ടല്ലോ WD3 അതിൽ നിന്ന് A3 എന്ന് പറയുന്ന നമ്മുടെ റൈറ്റ് പോർട്ടിലേക്ക് റൈറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, എപ്പം റൈറ്റ് ഇനേബിൾ ഇൻപുട്ട് ഇനേബിൾ ആയാലും റൈറ്റ് ഡേറ്റ പോർട്ടിലേക്ക് ഈ ഒരു WD3 എന്ന് പറയുന്ന റൈറ്റ് ഡേറ്റ ഇൻപുട്ട് ഉണ്ടല്ലോ അത് റൈറ്റ് ആവും. ഓക്കെ,
അത് ഏത് സമയത്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്ലോക്ക് നമുക്ക് CLK എന്ന് പറയുന്ന ക്ലോക്കിന്റെ റൈസിങ് എഡ്ജ് സമയത്താണ് അത് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇതിനകത്ത് വരുന്ന രണ്ട് ഔട്ട്പുട്ട്സ് ആണ് റീഡ് ഡേറ്റ ഔട്ട്പുട്ട്. റീഡ് ഡേറ്റ ഔട്ട്പുട്ട് RD1 ആൻഡ് റീഡ് ഡേറ്റ ഔട്ട്പുട്ട് RD2. ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് നമ്മളുടെ രജിസ്റ്റർ വാല്യൂ ആണ്. അപ്പൊ നമ്മളുടെ X1 X0 to X31 ആ രജിസ്റ്റർ വാല്യൂ ആണ്, അത് 32 ബിറ്റ് ആണ്. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. രജിസ്റ്റർ ഫയലിനകത്ത് രണ്ട് റീഡ് പോർട്ടും ഒരു റൈറ്റ് പോർട്ടും, അല്ല റീഡ് പോർട്ട് എന്ന് പറയുന്നത് A1 ആൻഡ് A2, റൈറ്റ് പോർട്ട് എന്ന് പറയുന്നത് A3. രണ്ട് ഇൻപുട്ട് ആണ്, റൈറ്റ് ഡേറ്റ ഇൻപുട്ടും റൈറ്റ് ഇനേബിൾ ഇൻപുട്ടും. റൈറ്റ് ഡേറ്റ ഇൻപുട്ട് എപ്പോഴാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴൊക്കെ റൈറ്റ് ഇനേബിൾ ഇൻപുട്ട് ഇനേബിൾ ആയാൽ അപ്പോൾ റൈറ്റ് ഡേറ്റ ഇൻപുട്ട് ആ A3 എന്ന് പറയുന്ന റൈറ്റ് പോർട്ടിലേക്ക് റൈറ്റ് ചെയ്യും. വെൻ ഡ്യൂറിങ് ദി റൈസിങ് എഡ്ജ്. ഓക്കെ, ഇപ്പൊ ക്ലോക്കിന്റെ റൈസിങ് എഡ്ജിന്റെ സമയത്താണ് അത് ചെയ്യുന്നത്. ഇതിൽ വരുന്ന രണ്ട് ഔട്ട്പുട്ട് RD1 RD2 ആണ്. അത് റൈറ്റ് ഡേറ്റ ഔട്ട്പുട്ട് ആണ്. ഇത് രണ്ടും എന്താ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രജിസ്റ്ററിന്റെ 32 ബിറ്റ് വാല്യൂ ആണ് ആ ഒരു ഇതിനകത്ത് കാണിക്കുന്നത്. ഓക്കെ, അടുത്തത് മെമ്മറി, ഡേറ്റ മെമ്മറി. ഇപ്പൊ ഡേറ്റ മെമ്മറിക്കകത്ത് മറ്റതുപോലെ കുറെ പോർട്ട്സ് ഇല്ല, ആകെ ഒരു പോർട്ടേ ഉള്ളൂ. ഒന്നുമില്ലെങ്കിൽ റീഡ് അല്ലെങ്കിൽ റൈറ്റ്. ഓക്കെ, സിംഗിൾ റീഡ് ഓർ റൈറ്റ് പോർട്ട് ആണ്. അപ്പം അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ഒരു WE-നെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പൊ WE-യുടെ വാല്യൂ 0 ആണെങ്കിൽ, സോറി 1 ആണെങ്കിൽ ഇവിടെ നമ്മൾ റൈറ്റ് ഡേറ്റ കണ്ടു. ഓക്കെ, WD. ഈ ഒരു റൈറ്റ് ഡേറ്റ എന്ന് പറയുന്ന വാല്യൂ എന്തിൽ പോയിട്ട് ഈ A എന്ന് പറയുന്ന അഡ്രസ്സിൽ പോയി റൈറ്റ് ചെയ്യും. ഓക്കെ, റൈറ്റ് ഡേറ്റ എന്ന് പറയുന്ന ആ ഒരു വാല്യൂ എന്ത് ചെയ്യും, അഡ്രസ് Aയിലേക്ക് റൈറ്റ് ചെയ്യും. ഇത് എപ്പോഴാണ് ഇത് റൈറ്റ് ചെയ്യുന്നത്, ക്ലോക്കിന്റെ റൈസിങ് എഡ്ജിന്റെ സമയത്താണ്. ഓക്കെ, ഇനി WE-ന്റെ വാല്യൂ 0 ആണെങ്കിൽ ഈ Aയിലേക്ക് റൈറ്റ് ചെയ്യുന്നതിന് പകരം Aയിൽ നിന്ന് റീഡ് ചെയ്യാണ് ചെയ്യുന്നത്. റൈറ്റ് ഇനേബിൾഡ് വാല്യൂ 0 ആണെങ്കിൽ ഈ Aയിൽ നിന്ന് റീഡ് ചെയ്തിട്ട് എങ്ങോട്ട് കൊടുക്കും, ഈ റീഡ് ഡേറ്റ ഔട്ട്പുട്ടിലേക്ക് കൊടുക്കും. ഓക്കെ, റീഡ് ഡേറ്റ ബസ്സിലേക്ക് കൊടുക്കും, RD-യിലേക്ക് കൊടുക്കും. പിന്നെ ഇതെല്ലാം ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ എന്താണ്, ക്ലോക്കിന്റെ റൈസിങ് എഡ്ജിന്റെ സമയത്താണ്. ഓക്കെ, അതുകൊണ്ട് ഇതെല്ലാം എന്താണ്, ക്ലോക്ക് ഉള്ളതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഡിജിറ്റലിനകത്ത്. ക്ലോക്കിംഗ് വരുന്ന സംഭവങ്ങളെല്ലാം നമ്മൾ പറയുന്നത് സിൻക്രണസ് സീക്വൻഷ്യൽ സർക്യൂട്ട് എന്നാണ്, സിൻക്രണസ് സർക്യൂട്ട്സ് എന്നാണ്. അപ്പോൾ ഈ ഒരു മൈക്രോ പ്രോസസർ എന്ന് പറയുന്നത് ഇതിനകത്തെല്ലാം നമ്മൾ ക്ലോക്ക് വെച്ചിട്ടായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. അപ്പോ അതുകൊണ്ട് തന്നെ ഇത് സിൻക്രണസ് സീക്വൻഷ്യൽ സർക്യൂട്ട് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി നമുക്ക് മൈക്രോ ആർക്കിടെക്ചർ നമ്മൾ എന്താന്ന് പറഞ്ഞു. മൈക്രോ ആർക്കിടെക്ചർ, ഈ RISC-V ആർക്കിടെക്ചർ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം അതാണ് ഇനി പറയണത്. ഒന്ന് സിംഗിൾ സൈക്കിൾ ആർക്കിടെക്ചർ, രണ്ട് മൾട്ടി സൈക്കിൾ ആർക്കിടെക്ചർ, പിന്നെ പൈപ്പ് ലൈൻഡ് ആർക്കിടെക്ചർ. ഓക്കെ, ഇനി ഓരോ ആർക്കിടെക്ചറിലും എങ്ങനെയാണ്, ഇപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ് എലമെന്റ്സ് നമ്മൾ പറഞ്ഞില്ലേ, ആ സ്റ്റേറ്റ് എലമെന്റ്സ് എങ്ങനെയൊക്കെയാണ് മാറ്റം വരുന്നതെന്നുള്ളതാണ് നമ്മൾ ഓരോ ആർക്കിടെക്ചറിലും പറയുന്നത്. ഓക്കെ, സിംഗിൾ സൈക്കിൾ മൈക്രോ ആർക്കിടെക്ചർ ആണെങ്കിൽ ഒറ്റ സൈക്കിളിൽ തന്നെ ആ ഒരു ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് എക്സിക്യൂഷൻ നടക്കും. ഓക്കെ, അത് സിമ്പിൾ ആണ്. ഈ പറഞ്ഞതുപോലെ ഒരു സിമ്പിൾ ചെറിയൊരു കൺട്രോൾ യൂണിറ്റ് മാത്രമേ അതിനുള്ളൂ. ഓക്കെ, അപ്പൊ അത് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ അല്ലെങ്കിൽ ഒരു സൈക്കിളിൽ തന്നെ നമുക്ക് അതിന്റെ എക്സിക്യൂഷനും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് നമുക്ക് സിമ്പിൾ ആയിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. ഓക്കെ, ഓൾ ഓപ്പറേഷൻസ് വിൽ ബി കംപ്ലീറ്റഡ് ഇൻ വൺ സൈക്കിൾ. അതുപോലെ അതിന് പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ, ചില ആർക്കിടെക്ചേഴ്സിന് ആർക്കിടെക്ചറൽ സ്റ്റേറ്റ്സ് അതിന്റെ മെയിൻ ഇമ്പോർട്ടന്റ് ഘടകം എന്ന് പറയുന്നത് ആർക്കിടെക്ചറൽ സ്റ്റേറ്റ് ആണ്. ചില സമയത്ത് നോൺ ആർക്കിടെക്ചറൽ സ്റ്റേറ്റും കൂടിയിട്ട് ഇതിന്റെ കൂടെ ആഡ് ചെയ്യേണ്ടി വരാറുണ്ട്. ഇവിടെ സിംഗിൾ സൈക്കിൾ മൈക്രോ ആർക്കിടെക്ചറിനകത്ത് ഈ നോൺ ആർക്കിടെക്ചറൽ വാല്യൂസ് ഒന്നും വരേണ്ട ആവശ്യമില്ല, സ്റ്റേറ്റുകളൊന്നും വരില്ല. ഓക്കെ, അപ്പോ ഇതിലത്തെ ഓരോ സൈക്കിളിന്റെ സമയം എങ്ങനെയാ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഇൻസ്ട്രക്ഷൻ ആണോ ഏറ്റവും പതുക്കെ ചെയ്യുന്നത്, ഓക്കെ, ഇപ്പം ഏത് ഇൻസ്ട്രക്ഷൻ ചെയ്യാനാണോ ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഓരോ സൈക്കിളിന്റെ സമയം എടുക്കുന്നത്. ഓക്കെ, അപ്പൊ പിന്നെ ഇതിനകത്ത് സിംഗിൾ സൈക്കിളിനകത്ത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് പ്രോസസ്സറിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ മെമ്മറിയും ഡേറ്റ മെമ്മറിയും ആവശ്യം ആണ്. ഓക്കെ, ഒന്നാമത്തത് സിംഗിൾ സൈക്കിൾ ആണ്. സിംഗിൾ സൈക്കിൾ എന്ന് പറയുമ്പോൾ ഒറ്റ സൈക്കിളിൽ തന്നെ ഒരു എൻറ്റയർ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിയും. ഒരു സിമ്പിൾ കൺട്രോൾ യൂണിറ്റ് മാത്രമാണ് ഉള്ളത്. ഒരു ഓപ്പറേഷനിൽ തന്നെ ഒരു സൈക്കിളിൽ തന്നെ ഇതിന്റെ കംപ്ലീറ്റ് ചെയ്യുന്നത് കൊണ്ട് ഇതിന് നമുക്ക് നോൺ ആർക്കിടെക്ചറൽ സ്റ്റേറ്റ്സ് ഒന്നും ആവശ്യമില്ല. അതുപോലെ തന്നെ ഏത് ഇൻസ്ട്രക്ഷൻ ആണോ ഏറ്റവും സ്ലോവർ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നത് അതായിരിക്കും അതിന്റെ സൈക്കിൾ ടൈം വരുന്നത്. ഓക്കെ, ഇതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ അതുപോലെ ഡേറ്റ മെമ്മറിയും ആവശ്യമുണ്ട്. ഓക്കെ, മൾട്ടി സൈക്കിൾ മൈക്രോ ആർക്കിടെക്ചർ.
ഇപ്പം മൾട്ടി സൈക്കിൾ ആർക്കിടെക്ചറിൽ സിംഗിൾ സൈക്കിൾ പോലെ ഒറ്റ സൈക്കിളിലല്ല, പകരം ചെറിയ ചെറിയ ഷോർട്ടർ സൈക്കിൾസ് ആക്കിയിട്ട് വെച്ച് ഒരു സീരീസ് ഓഫ് ഷോർട്ടർ സൈക്കിൾസ് ആക്കിയിട്ട് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ഏറ്റവും ചെറിയ ഇൻസ്ട്രക്ഷന് കുറച്ച് സൈക്കിൾ മതിയാവും, പക്ഷെ എന്നാൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസിന് കൂടുതൽ സൈക്കിൾസിന്റെ ആവശ്യം വരും. ഓക്കെ, ഇപ്പം പക്ഷെ ഇങ്ങനെ മൾട്ടി സൈക്കിൾ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് കോമ്പണൻസ് വരുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ആഡേഴ്സും മെമ്മറീസ് എന്നൊക്കെ പറയുന്ന കോമ്പണൻസ്, അതല്ലെങ്കിൽ ഹാർഡ്വെയർ ബ്ലോക്സ് വരുന്നുണ്ട്. അപ്പൊ അതെല്ലാം നമുക്ക് കുറെ ആഡേഴ്സും കുറെ മെമ്മറീസ് ഒക്കെ വെക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എക്സ്പെൻസീവ് ആണ്. അപ്പൊ ഇങ്ങനെ മൾട്ടി സൈക്കിൾ വെക്കുന്നത് കൊണ്ട് തന്നെ നമുക്കത് റീയൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ അങ്ങനെ റീയൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിന്റെ ഹാർഡ്വെയർ കോസ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ ഇതിനകത്ത് ഈ പറഞ്ഞതുപോലെ മൾട്ടിപ്പിൾ സൈക്കിൾസ് വരുന്നത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ സീരീസ് ഓഫ് സൈക്കിൾസ് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ എന്താ പറയുക ഇന്റർമീഡിയറ്റ് വാല്യൂസ്, റിസൾട്ട്, അങ്ങനത്തെ സാധനങ്ങളെല്ലാം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ആർക്കിടെക്ചറൽ സ്റ്റേറ്റ്സിലുള്ള രജിസ്റ്റേഴ്സ് കൂടാണ്ട് ചില നോൺ ആർക്കിടെക്ചറൽ രജിസ്റ്റേഴ്സിന്റെ ആവശ്യം കൂടിയും വരുന്നുണ്ട്. ഓക്കെ, പക്ഷെ മൾട്ടി സൈക്കിൾ പ്രോസസറിൽ എങ്ങനെയാണെങ്കിലും ഒരു ഇൻസ്ട്രക്ഷൻ അറ്റ് എ ടൈം എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ഓക്കെ, പക്ഷെ ഓരോ ഇൻസ്ട്രക്ഷനും മൾട്ടിപ്പിൾ ക്ലോക്ക് സൈക്കിൾ എടുക്കും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഓക്കെ, അറ്റ് എ ടൈം ഒരു ഇൻസ്ട്രക്ഷൻ ആണ് എക്സിക്യൂട്ട് ചെയ്യുക, പക്ഷെ അതിന് മൾട്ടിപ്പിൾ ക്ലോക്ക് സൈക്കിൾസ് അത് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു നമ്മൾ ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള സിസ്റ്റംസ് ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് എങ്കിൽ അവിടെ നമുക്ക് ഒരു ബെസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് ഈ ഒരു മൾട്ടി സൈക്കിൾ ആർക്കിടെക്ചർ ചൂസ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ഹാർഡ്വെയറിന്റെ യൂസേജ് ഇവിടെ വളരെ കുറവായിട്ടാണ് വരുന്നത്. ഓക്കെ, ആണ് പൈപ്പ്ലൈൻ മൈക്രോ ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ സൈക്കിൾ മൈക്രോ ആർക്കിടെക്ചറിൽ പൈപ്പ് ലൈനിങ് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഓക്കെ, പൈപ്പ് ലൈനിങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് സിംഗിൾ സൈക്കിൾ മൈക്രോ ആർക്കിടെക്ചറിൽ തന്നെയാണ് കൊണ്ടുവരുന്നത്. അപ്പൊ നമ്മൾ മൂന്നെണ്ണം പറഞ്ഞതിൽ ഒന്നാമത്തത് സിംഗിൾ സൈക്കിൾ പ്രോസസ് ആർക്കിടെക്ചറിലാണെങ്കിൽ സൈക്കിൾ ഒരു സൈക്കിളേ ഉണ്ടാവുള്ളൂ, ഒരു ഇൻസ്ട്രക്ഷൻ ഒരു സൈക്കിളിൽ തന്നെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. മൾട്ടി സൈക്കിളിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻസ്ട്രക്ഷൻ മൾട്ടിപ്പിൾ സൈക്കിൾസ് എടുത്തിട്ടാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ ഒരു ഇൻസ്ട്രക്ഷൻ തന്നെ ആയിരിക്കും അറ്റ് എ ടൈം എക്സിക്യൂട്ട് ചെയ്യുക, പക്ഷെ അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സീരീസ് ഓഫ് സ്മോളർ സൈക്കിൾസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും ചെയ്യുക. പക്ഷേ പൈപ്പ് ലൈൻ ആർക്കിടെക്ചറിൽ മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻസ് ആണ് സൈമിൾട്ടേനിയസ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടാവുക, പക്ഷെ അവിടെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ സൈക്കിൾ ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതിപ്പം സെവറൽ സൈക്കിൾസ് ആയിട്ട് അല്ല സെവറൽ ഇൻസ്ട്രക്ഷൻസ് നമുക്ക് ഒരുമിച്ചിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവിടെ ത്രൂപുട്ട് എന്താണ് ത്രൂപുട്ട്, ഒരു ഗിവൺ ടൈം പീരീഡിൽ ഇത്ര ഡേറ്റയാണ് സെൻഡ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എത്ര ഡാറ്റ സെൻഡ് ചെയ്യുന്നു എന്നുള്ളത് മെഷർ ചെയ്യുന്നതാണ് ത്രൂപുട്ട് എന്ന് പറയുന്നത്. അപ്പൊ അത് ത്രൂപുട്ട് കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും എന്ത് പൈപ്പ് ലൈനിന്റെ മൈക്രോ ആർക്കിടെക്ചർ, കാരണം സെവറൽ ഇൻസ്ട്രക്ഷൻസ് ആണ് സൈമിൾട്ടേനിയസ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു പൈപ്പ് ലൈനിങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡിങ് ലോജിക് ടു ഹാൻഡിൽ ദ ഡിപ്പെൻഡൻസീസ് ബിറ്റ്വീൻ ദി സൈമിൾട്ടേനിയസ്ലി എക്സിക്യൂട്ടിംഗ് ഇൻസ്ട്രക്ഷൻസ്. ഇപ്പൊ മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ ഇൻസ്ട്രക്ഷൻസിന്റെ ഒരു ഡിപ്പെൻഡൻസി നമുക്ക് അതിൽ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ലോജിക്കൽ സർക്യൂട്ട്സ് അതിനകത്ത് ആഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പം ആഡിങ് ലോജിക് ടു ഹാൻഡിൽ ദി dependencies between the simultaneously executing instructions, അതാണ് പൈപ്പ് ലൈൻഡ് മൈക്രോ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയിണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതിനകത്തും നമ്മൾ നേരത്തെ മൾട്ടി സൈക്കിളിൽ പറഞ്ഞതുപോലെ തന്നെ നോൺ ആർക്കിടെക്ചറൽ പൈപ്പ് ലൈൻ രജിസ്റ്റേഴ്സ് വേണ്ടി വരും, കാരണം നമുക്ക് അവിടെയും ഇന്റർമീഡിയറ്റ് റിസൾട്ട്സ് ഒക്കെ സ്റ്റോർ ചെയ്യാനൊക്കെ ആയിട്ട് നോൺ ആർക്കിടെക്ചറൽ സ്റ്റേറ്റ്സ് ഇവിടെയും വേണ്ടി വരും. ഓക്കെ, പക്ഷെ ഇവിടെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സൈക്കിൾ പോയിന്റ് നോട്ട് ചെയ്യേണ്ടത്, സൈക്കിൾ എന്ന് പറയുന്നത് സിംഗിൾ സൈക്കിൾ ആയിരിക്കും, മൾട്ടിപ്പിൾ സൈക്കിൾ ആയിരിക്കില്ല. ഒരു സൈക്കിളിൽ തന്നെ മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻസ് സൈമിൾട്ടേനിയസ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു പൈപ്പ് ലൈനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസ്ട്രക്ഷനും അതുപോലെ തന്നെ ഡേറ്റ രണ്ടും ഉണ്ടാവും നമുക്ക്. സോ ഇൻസ്ട്രക്ഷൻ ക്യാഷും ഡേറ്റ ക്യാഷും വേറെ വേറെ തന്നെ എന്താ പറയാ മാറ്റി വെക്കണം. ഓക്കെ, പെർഫോമൻസ് അനാലിസിസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സിസ്റ്റം പെർഫോമൻസ് നമ്മൾ പറഞ്ഞു, അതിന്റെ സ്പീഡ്, കോസ്റ്റ് ഇതെല്ലാം അതിൽ വരുന്നതാണ് അല്ലെ. മൊത്തത്തിലുള്ള ഓവറോൾ സിസ്റ്റം പെർഫോമൻസും അതിന്റെ കോസ്റ്റ് എല്ലാം നമുക്ക് അനലൈസ് ചെയ്യേണ്ടതാണ്. അപ്പൊ എപ്പോഴും അതിന്റെ കോസ്റ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എത്രത്തോളം ഒരു സിസ്റ്റം ഹാർഡ്വെയർ ഡിപ്പെൻഡന്റ് ആണ്, അല്ലെങ്കിൽ ഹാർഡ്വെയർ എത്ര എമൗണ്ട് യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ അതിന്റെ ഉള്ളിൽ യൂസ് ചെയ്യാൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നോളജി, ആ ഒരു ടെക്നോളജിക്ക് എത്ര കോസ്റ്റ് വരുന്നുണ്ട്. അപ്പൊ ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കോസ്റ്റ് ഇരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ
പെർഫോമൻസ് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് പറയാൻ പറ്റും അതിന്റെ സ്പീഡ്, ക്ലോക്ക് സ്പീഡ്, എത്ര നമ്പർ ഓഫ് കോർസ് അതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്, അതെല്ലാം നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഇത് പെർഫോമൻസ് മെഷർ ചെയ്യാൻ പറ്റുന്ന നമുക്ക് ഏറ്റവും ഒരു നല്ലൊരു മെത്തേഡ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടെണ്ണത്തിന്റെ എക്സിക്യൂഷൻ ടൈം കമ്പയർ ചെയ്യുക. ഓക്കെ, എക്സിക്യൂഷൻ ടൈം കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യും. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത് കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, ബെഞ്ച് മാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ആ ഒരു അടിസ്ഥാനം നമ്മൾ ഈ എന്താ പറയാ, എപ്പോഴും അത് ഈ ഒരു ബെഞ്ച് മാർക്ക് എപ്പോഴും നമ്പർ 1 ആയിരിക്കും. അതിന്റെ ഈ പറഞ്ഞതുപോലെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ബാക്കിയുള്ളതിനൊരു മാർക്ക് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു പോപ്പുലർ ബെഞ്ച് മാർക്കാണ് ദ്രൈസ്റ്റോൺ, അതുപോലെ തന്നെ കോർ മാർക്ക്, സ്പെക് എന്ന് പറയുന്ന ഈ ഒരു 3 ബെഞ്ച് മാർക്സ്. ഓക്കെ, ഇനി ദ്രൈസ്റ്റോണും കോറും. ഓക്കെ, കോർ മാർക്കും. ദ്രൈസ്റ്റോൺ കോർ മാർക്ക് എന്ന് പറയുന്നത് എംബഡഡ് ബെഞ്ച് മാർക്ക് ആണ്. അതിൽ ദ്രൈസ്റ്റോൺ എന്ന് പറയുന്നത് 1984 വന്നതാണ്. എംബഡഡ് പ്രോസസറിന്റെ ബെഞ്ച് മാർക്ക് ആയിട്ടാണ് ദ്രൈസ്റ്റോൺ യൂസ് ചെയ്യുന്നത്. ഓക്കെ, കോർ മാർക്ക് ആണെങ്കിൽ കുറച്ചും കൂടിയും ഇംപ്രൂവ്ഡ് വേർഷൻ ആണ് ദ്രൈസ്റ്റോണിനെക്കാളും. അപ്പം ഈ ഒരു പല പ്രോസസർ കോമ്പണൻസും നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോർ മാർക്കിനെ ഒരു ബെഞ്ച് മാർക്ക് ആയി വെച്ച് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പം കോർ മാർക്കിന്റെ വർക്ക് ലോഡ് അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഗ്രാംസ് ആണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ഇപ്പൊ മെട്രിക്സ് ഓപ്പറേഷൻസിൽ വരുന്ന കോമ്പണൻസ് ഏതൊക്കെയാണ്, ഇപ്പം അരിത്തമെറ്റിക്കൽ ആണ്. സോ അവിടെ ALU, അതുപോലെ തന്നെ അവിടെ ആഡേഴ്സ്, മൾട്ടിപ്ലയേഴ്സ് ഒക്കെ അവിടെ ആവശ്യം വരും. ഓക്കെ, അപ്പം കോർ മാർക്കിൽ നമുക്ക് ഈ ഒരു മെട്രിക്സ് ഓപ്പറേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാം യൂസ് ചെയ്തിട്ട് നമ്മുടെ ALU അതുപോലെ തന്നെ മറ്റ് ഈ ആഡേഴ്സും മൾട്ടിപ്ലയേഴ്സ് പോലുള്ള കോമ്പണൻസ് ഒക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കോർ മാർക്കിൽ നമുക്ക് ലിങ്ക്ഡ് ലിസ്റ്റ് പ്രോഗ്രാം വെച്ചിട്ട് അതിന്റെ മെമ്മറി സിസ്റ്റം ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീൻസ് വെച്ചിട്ട് ബ്രാഞ്ച് ലോജിക് ടെസ്റ്റ് ചെയ്യാം. ദെൻ അതുപോലെ തന്നെ CRC എന്ന സൈക്ലിക് റിഡൻഡൻസി ചെക്ക് അല്ലെ. അപ്പം CRC കാൽക്കുലേഷൻസ് വെച്ചിട്ട് നമുക്ക് മൊത്തത്തിലുള്ള ഒരു പ്രോസസറിന്റെ ഫംഗ്ഷനാലിറ്റിനെ തന്നെ നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ദ്രൈസ്റ്റോണിനെ കമ്പയർ ചെയ്യുമ്പോൾ കോർ മാർക്ക് ആണ് കുറച്ചും കൂടി ബെറ്റർ ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിന്റെ കോഡ് സൈസ് ഈ ഒരു 2 ബെഞ്ച് മാർക്കിലാണെങ്കിലും യൂസ് ചെയ്യുന്ന കോഡിന്റെ സൈസ് എന്ന് പറയുന്നത് 16 KB താഴെ ആയിരിക്കും. ഓക്കെ, ബെഞ്ച് മാർക്ക് ആണ് സ്പെക്സ്പി 2017 ഇന്റിജർ ബെഞ്ച് മാർക്ക്. അപ്പം റിയൽ വേൾഡ് ആപ്ലിക്കേഷൻസിനൊക്കെ യൂസ് ചെയ്യുന്നത് ഈ ഒരു സ്പെക്സ്പീഡ് ആണ്. അപ്പൊ ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് സ്റ്റാൻഡേർഡ് പെർഫോമൻസ് ഇവാലുവേഷൻ കോർപ്പറേഷൻ ആണ്. അപ്പൊ റിയൽ വേൾഡ് ആപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ അറിയാം നമുക്ക് വീഡിയോ കംപ്രഷൻ, നമ്മൾ ഇതിപ്പോ C പ്രോഗ്രാമിംഗ് ചെയ്യുന്നു, ഇപ്പൊ GCC കമ്പൈലർ വരുന്നുണ്ട്, നമ്മൾ സിമുലേഷൻ യൂസ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഈ ഓൺലൈൻ ഗെയിംസ് ഒക്കെ നമ്മൾ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ റിയൽ വേൾഡ് ആപ്ലിക്കേഷൻസിന് നമ്മളൊരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യുന്നത് ഈ ഒരു സ്പെക്സ്പി 2017 വെച്ചിട്ടാണ്. ഓക്കെ, അതുപോലെ തന്നെ ബെഞ്ച് മാർക്ക് നമ്മളിപ്പോ ഞാൻ പറഞ്ഞത് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ നമ്മളുടെ ഒരു സിസ്റ്റം നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു സിസ്റ്റത്തിന് ഒരു പ്രഷർ അല്ലെങ്കിൽ സ്ട്രെസ് കൊടുക്കും. അപ്പൊ ആ ഒരു സ്ട്രെസ് നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പ്രോസസറിന്റെ പെർഫോമൻസ് നമുക്ക് കമ്പയർ ചെയ്ത് ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്ത് നമുക്ക് അത് ക്ലിയർ ആക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി പ്രോഗ്രാംസ് ആണ് നമ്മൾ ഇവിടെ കമ്പയർ ചെയ്യുന്നത്. സോ ഒരു പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്ട്രക്ഷൻസ് ഇൻറ്റു സൈക്കിൾസ് പെർ ഇൻസ്ട്രക്ഷൻ ഇൻറ്റു സെക്കൻഡ്സ് പെർ സൈക്കിൾ ആണ്. ഓക്കെ, ഒരു പ്രോഗ്രാമിന്റെ നമ്മൾ എക്സിക്യൂഷൻ ടൈം കണക്കാക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഇൻറ്റു സൈക്കിൾസ് പെർ ഇൻസ്ട്രക്ഷൻ ഇൻറ്റു സെക്കൻഡ്സ് പെർ സൈക്കിൾ. ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു execution time, number of instruction into cycles per instruction into seconds per cycle. Cycles per instruction എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? Average number of clock cycles per instruction. ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന number of clock cycles ആണ് cycles per instruction എന്ന് പറയുന്നത്. അതുപോലെ തന്നെ CPI അല്ലെങ്കിൽ clocks cycles per instruction എന്ന് പറയുന്നത് എന്താണ്? ത്രൂപുട്ടിന്റെ റെസിപ്രോക്കൽ ആണ്. ഓക്കെ, ത്രൂപുട്ട് എന്ന് പറയുന്നത് എന്താണ്? ഇൻസ്ട്രക്ഷൻ പെർ സൈക്കിൾ ആണ്. ഇത് സൈക്കിൾസ് പെർ ഇൻസ്ട്രക്ഷൻ. ഓക്കെ, അപ്പം മൊത്തത്തിൽ ഈ പറഞ്ഞതുപോലെ നമുക്കൊരു ആർക്കിടെക്ചറിനുള്ള ഒരു ചാലഞ്ച് എന്ന് പറയുന്നത് അതിന്റെ എക്സിക്യൂഷൻ ടൈം എങ്ങനെ റെഡ്യൂസ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, വിത്തൗട്ട് സാറ്റിസ്ഫൈങ് ദി കോസ്റ്റ് ഓർ പവർ കൺസംഷൻ. ഓക്കെ,